ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? വീക്കെൻഡ് ആയിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയാലോ? പുതിയ സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ മാളൊന്നും വിസ്തരിച്ച് കാണാൻ ഇതുവരെ പറ്റിയില്ല കേട്ടോ. ഇവിടുത്തെ സിറ്റി സെന്റർ, അതായത് വെസ്റ്റ് ഗേറ്റിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഇവിടെ ഇപ്പോൾ വിന്റർ ആണ്. മരങ്ങൾ ഇങ്ങനെ റെഡ്, യെല്ലോ, ഗ്രീൻ ലീവ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. ഓക്സ്ഫോർഡ് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ബിൽഡിങ്ങും നല്ല പഴക്കമുള്ളതും എന്നാൽ നല്ല ഒരു പ്രൗഡി ലുക്ക് ഉള്ളതുമാണ്. അത് ഇതുണ്ടല്ലോ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ ഉണ്ട് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം വേറെ ഒന്നും അല്ല, കണ്ടില്ലേ, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഷോപ്സ് ഒക്കെ വന്നു ഇവിടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സംഭവം കണ്ട ഇതെന്താന്ന് മനസ്സിലായത്? ചെഡാർ ചീസാണ് കേട്ടോ. ഡിഫറെൻറ്റ് ഫ്ലേവറിൽ വരുന്ന ചെഡാർ ചീസുകളാണ്. ഞാൻ ആദ്യം സോപ്പാന്ന് വിചാരിച്ചത്. എന്തായാലും പിന്നെയും കുറേ ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ചോക്ലേറ്റ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ണ് സ്നോഫ്ലേക്സിലായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനുള്ളിൽ കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ കണ്ടില്ല. ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ കുറേ വേർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ വേറെ ദിവസം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് സ്നോഫ്ലേക്സ് ഇല്ലേ, അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 ഫ്ലേവേഴ്സാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല ഇറ്റാലിയൻ ജെലാറ്റോസ് കിട്ടും. ജെലാറ്റോസ് കുറച്ചും കൂടി ഡെൻസ് കൺസിസ്റ്റൻസി ഉള്ളതാണ്. ക്രീം കുറവും മിൽക്ക് കൂടുതലുമാണ് അതിൽ, വിച്ച് മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഐസ്ക്രീംസ്. രണ്ടാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജെലാറ്റോസാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തത് പ്രലീന വൈറ്റ് ചോക്ലേറ്റ് പിസ്താഷ്യൂ ആൻഡ് കിൻഡർ ജെലാറ്റോ ആയിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് പ്രൈമാർക്കിലോട്ടാണ്. ഒരു ഹുഡി എടുക്കണം, അതാണ് പ്ലാൻ. ചെന്നപ്പോൾ ഉണ്ട് വിൻ്ററായിട്ട് കുറേ ജമ്പർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോന്നും നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരെണ്ണം ചൂസ് ചെയ്യണമല്ലോ എഴുതിയത്. ഇതാണ് ഞാൻ എടുത്ത ഹുഡി. എനിക്കെന്തോ ഇപ്പോൾ ഈ പിസ്താഷ്യൂ കളറിനോടൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതാണ് ഞാനെടുത്ത ജമ്പർ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? പിന്നെ അതുപോലെ തന്നെ പ്രൈമാർക്കിൽ ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ക്യാരക്ടർ ഗ്രിഞ്ചാണ്, ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസ് സ്പെഷ്യലായിട്ട്. ട്രയൽ റൂമിലോട്ട് പോയി ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണമല്ലോ. പോകുന്ന വഴിക്ക് ഞാൻ വേറൊരു ഐറ്റം കൊണ്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് റൂഫ് ടോപ്പ് ടെറസിലോട്ടാണ്. അവിടെയാണ് കുറച്ചും കൂടി റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നല്ല രസം കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സാരയാണ്. ഇവിടെയും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് ക്രീം ആണ് എല്ലാ ഡ്രസ്സും. സാറേന്ന് നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സെയിൻസ്ബറിയിലോട്ടാണ്. ഒരു ഗ്രോസറി പർച്ചേസിങ്, അതായിരുന്നു ഉദ്ദേശം. പക്ഷെ ചെല്ലുമ്പോൾ ഉണ്ട് ഇതേ കൊമ്പൂച്ചിരിപ്പുണ്ടായിരുന്നു. നാട്ടിലായിരിക്കുമ്പോഴും ലുലുവിൽ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും വാങ്ങുന്ന ഒരു ഐറ്റമാണിത്. ഇവിടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലേവർ ജിഞ്ചർ ആൻഡ് ടർമറിക് ആയിരുന്നു. പക്ഷെ ആ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വരുമ്പോൾ നല്ല വിശന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു മന്തി പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അടിപൊളി ടേസ്റ്റാന്ന് പറയില്ല, പക്ഷെ നല്ലതായിരുന്നു. ഇതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഇത്രയായിരുന്നു ഞങ്ങളുടെ ഒരു വീക്ക് ഡേ. ബട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.